അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ട്, ഉദ്ദേശങ്ങൾ പൂവണിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട അത്ഭുതകരമായ ഒരു അമലിനെ കുറിച്ചാണ് കേട്ടോ. ഒരുപാട് പേർക്ക് ചെയ്തിട്ട് ഉത്തരം കിട്ടിയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള അമലാണ്. ഒരുപാട് കിതാബിൽ വന്നിട്ടുള്ള ഒരു അമൽ കൂടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ എന്തൊരാഗ്രഹം അല്ലാഹു തആല സ്വീകരിച്ച് തരാൻ വേണ്ടിയിട്ട് ഉള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു അമലാണിത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് അല്ലാഹു തആല ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഓഫേഴ്സ് ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഓഫറുകളാണ് ഇതൊക്കെ, ഇത് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ ഈ ഓഫർ കണ്ടുപിടിച്ച് ചെയ്ത് നമുക്ക് ഓഫർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അല്ലാഹു തആല പറയുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ അല്ലാഹു തആലയുടെ അനുഗ്രഹവും റഹ്മത്തും ബറക്കത്തൊക്കെ വാങ്ങി നല്ല രീതിയിൽ ജീവിക്കും. ചില ആളുകൾ അത് കണ്ടിട്ടും കാണാത്ത പോലെ നടിക്കും. ഇനി ചില ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് അറിയാതിരിക്കുകയും ചെയ്യും. അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ കണ്ടിട്ടും കാണാതെ നടിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്കൊന്നും വേണ്ടി പറയാൻ വേണ്ടി പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊക്കെ പറയുന്നത് ഈ ഒരു വീഡിയോ അല്ലാഹു തആലയുടെ ഓഫറൊക്കെ സ്വീകരിച്ച് നല്ല രീതിയിൽ അമലുകളൊക്കെ ചെയ്തു പോരുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അല്ലാഹു തആല ജീവിതത്തിൽ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യമൊക്കെ അല്ലാഹു തആല ഇൻഷാ അല്ലാഹ് പ്രദാനം ചെയ്യും. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമുക്കറിയാമല്ലോ അല്ലാഹു തആലയുടെ അസ്മാഉൽ ഹുസ്നയുടെ മഹത്വത്തെക്കുറിച്ച്. അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പരിഹാരമാണ്. ഒരാൾ നിത്യവും അസ്മാഉൽ ഹുസ്ന മുഴുവനായിട്ട് പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം റഹ്മത്തിലും ബർക്കത്തിലും അല്ലാഹു തആല ആക്കിത്തരും. അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു തആല കണ്ടറിഞ്ഞ് തന്നെ പരിഹരിച്ച് തരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു അത്രയും മഹത്വമുള്ള ഈ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു പുണ്യനാമമാണ് നമ്മൾ ചൊല്ലിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു അമൽ നമ്മൾ പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇസ്മ ഇതാണ്, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ. ഇത് നമ്മൾ 1000 തവണയാണ് കേട്ടോ ചൊല്ലേണ്ടത്. അപ്പോൾ 1000 തവണ എന്നൊക്കെ കേൾക്കുമ്പോൾ ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. 1000 തവണ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ ഇസ്മല്ലേ പെട്ടെന്ന് നമുക്ക് ചൊല്ലിത്തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി അടുത്തൊരു പ്രശ്നമാണ് സമയം എപ്പോഴാണ് ചെല്ലേണ്ടത് എന്നുള്ളത്. അപ്പോൾ എപ്പോഴാണ് ചെല്ലുന്നത് ചോദിക്കുമ്പോൾ നമുക്കറിയാം തഹജ്ജുദ് നിസ്കാരത്തെക്കുറിച്ച്. തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ പൂർണ്ണ രൂപവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ തഹജ്ജുദ് നിസ്കാരത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ കണ്ടു നോക്കാം. നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ വീഡിയോസൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ എന്താണ്, ഈ ഒരു തഹജ്ജുദ് നിസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് വരിക. അതല്ലാന്നുണ്ടെങ്കിൽ വീഡിയോസ് ഈ തഹജ്ജുദ് നിസ്കാരത്തെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കാരത്തെക്കുറിച്ച് ഒരു ഡൗട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുപോവുക. എന്നിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കുക. അപ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ സമയം കാര്യങ്ങളൊക്കെ. അതിനുശേഷം നമ്മൾ നിസ്കരിച്ച ശേഷം നമ്മൾ ഈ ഒരു 1000 തവണ യാ അർഹമർ റഹീമീൻ എന്ന് പറയുന്ന ഇസ്മും കൂടി ചൊല്ലുക. അതിനുശേഷം നമ്മുടെ ആവശ്യം പറഞ്ഞ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ കാര്യം നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ ഒരു ദിക്ർ, ഈ ഇസ്മ 1000 തവണ ചൊല്ലുക. പിന്നെ അതിന് ശേഷം ആവശ്യം പറഞ്ഞ അല്ലാഹു തആലയോട് ആത്മാർത്ഥമായിട്ട് തന്നെ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു തആല സഫലീകരിച്ച് തരുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും ഒക്കെ അല്ലാഹു തആല റഹ്മത്തും ബർക്കത്തും ഐശ്വര്യവും നൽകട്ടെ. അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കട്ടെ. അപ്പോൾ എന്തായാലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.